Hello my dear students, welcome to EduZone, the commerce platform. +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും EduZone ദി കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്ററായ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. ബിസിനസ് ധനത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ബിസിനസ് ധനം, അതായത് ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ജീവരക്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബിസിനസ്സിനെ. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അപ്പോൾ നമുക്ക് ഫിനാൻസ് എന്താണെന്നൊന്ന് ആദ്യം അറിയണം, അല്ലേ? The money required for business activities are called business finance. ബിസിനസ് പ്രവർത്തനത്തിന് ആവശ്യമായ പണത്തെയാണ് ബിസിനസ് ധനം എന്ന് പറയുന്നത്. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ധനം ഏതൊരു ബിസിനസ്സിൻ്റെയും ജീവരക്തം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫിനാൻഷ്യൽ നീഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിന് സാമ്പത്തിക ആവശ്യങ്ങൾ. എന്തിനാ ബിസിനസ്സിന് പണം? എന്താണ് ബിസിനസ്സിൻ്റെ ആവശ്യം പണം കൊണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അതായത് സ്ഥിര മൂലധന ആവശ്യം. അതായത് ഫണ്ട് ദീർഘകാല ആവശ്യങ്ങൾക്കുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, സ്ഥിര മൂലധന ആവശ്യമെന്നും പറയും. അതേസമയം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, അതായത് പ്രവർത്തന മൂലധന ആവശ്യം, അതായത് ഫണ്ട്സ് റിക്വയർഡ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്, അതായത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് ബിസിനസ്സിന് ഫിനാൻസ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ബിസിനസ് എന്ന് ഈ ഗ്രാഫിലൊന്ന് നോക്ക്. ഈ ഗ്രാഫിലൂടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാഫാണ് ഈ കാണുന്നത്. ഓക്കെ, ബിസിനസ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ബിസിനസ് ഫിനാൻസിനെ ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ബേസിൽ, കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. ജനറേഷൻ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. അടുത്തത് ഓണർഷിപ്പ് ബേസിലും ക്ലാസിഫൈ ചെയ്തു. പീരിയഡ് ബേസിൽ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. അതേസമയം ജനറേഷൻ ബേസിൽ ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫിനാൻസ്. അതേസമയം ഓണർഷിപ്പ് ബേസിൽ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഫസ്റ്റ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ബേസിൽ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോങ് ടേം ഫിനാൻസ്, ദീർഘകാല ധനം. ഫിനാൻസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് മോർ ദാൻ 5 years. 5 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് ആവശ്യമായി വരുന്ന പണമാണ് ലോങ് ടേം ഫിനാൻസ്. അപ്പോൾ ഷോർട്ട് ടേം എന്തായിരിക്കും? ദ ഫിനാൻസ് റിക്വയർഡ് ഫോർ എ പീരിയഡ് ഓഫ് 1 year കോൾഡ് ഷോർട്ട് ടേം ഫിനാൻസ്. 1 വർഷ കാലയളവിലേക്ക് ആവശ്യമായ ധനമാണ്. അതേസമയം മീഡിയം ടേമോ? ഫിനാൻസ് റിക്വയർഡ് ഫോർ മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 5 year. 1 വർഷത്തിൽ കൂടുതലും എന്നാൽ 5 വർഷത്തിൽ താഴെയും കുറഞ്ഞതുമായ ധനാവശ്യത്തിന് പറയുന്ന പേരാണ് മീഡിയം ടേം ഫിനാൻസ്. നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ബേസിൽ, ഉടമസ്ഥത ബേസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഓണേഴ്സ് ഫണ്ട്, ഉടമയുടെ ധനം. സെക്കൻഡ് വൺ എന്തായിരിക്കും? ഒന്ന് ഉടമസ്ഥനാണെങ്കിൽ രണ്ടാമത്തെ എന്താ? ബോറോഡ് ഫണ്ട്, അല്ലേ? ഫണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓണർ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ തന്നെ ബിസിനസ്സിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം അതിനെ പറയുന്ന പേരാണ് ഓണേഴ്സ് ഫണ്ട്. അതേസമയം ബോറോഡ് ഫണ്ട് മീൻസ് ഇറ്റ് ഈസ് ദ ബോറോയിങ് ഓഫ് ദി ഫേം. ഇറ്റ് ഇൻക്ലൂഡ് ലോൺസ് ഓർ ക്രെഡിറ്റ്. സ്ഥാപനം കടം വാങ്ങിയ ധനം. ഇതിന് വായ്പയായിട്ട് പറയും, ലോണായിട്ടുള്ളതെന്ന് പറയാം, കടമായിട്ടും ഇതിൽപ്പെടും. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൽ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ
ജനറേഷൻ ബേസിൽ സൃഷ്ടിക്കുന്ന സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആ ബിസിനസ്സിൽ ക്യാഷ് കിട്ടുന്നത് എവിടേക്കാണെന്നാണ് നോക്കുന്നത്, എവിടെ നിന്നാണെന്ന്. ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്, അതായത് സൃഷ്ടിക്കുന്ന സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ജനറേഷൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഇൻറ്റേർണൽ സോഴ്സ്. വിത്തിൻ ദി ഓർഗനൈസേഷൻ മോസ്റ്റ് കൺവീനിയൻറ്റ് വേസ് ടു റേസ് ഫിനാൻസ്, സ്ഥാപനത്തിൻ്റെ അകത്തു നിന്ന് തന്നെയുള്ള ഉറവിടമാണ്, സാമ്പത്തിക ഉറവിടമാണ് ഇൻറ്റേർണൽ സോഴ്സ്. കളക്റ്റിംഗ് മണി ഫ്രം ഡെപ്റ്റേഴ്സ്, സെല്ലിംഗ് ഇൻവെൻട്രീസ്, റീഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതേസമയം എക്സ്റ്റേണൽ സോഴ്സ് എന്താണ്? ഔട്ട്സൈഡ് ഓഫ് ബിസിനസ്സിൻ്റെ പുറത്ത് നിന്ന് കിട്ടുന്ന ക്യാഷാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ, ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പ്രധാനമായിട്ടും സോഴ്സ് ഓഫ് ബിസിനസ്സിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചത്, അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഓരോ ധന ഉറവിടങ്ങളെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അത് 3 ബേസിലുള്ളതും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോഴ്സസ് ഓഫ് ഫിനാൻസ്, ധനത്തിൻ്റെ ഉറവിടങ്ങൾ. ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, മുൻ ലാഭത്തിൻ്റെ നീക്കിയിരുപ്പ്. അതായത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, നീക്കിയിരുപ്പ് ലാഭം. ദ ബിസിനസ് മേ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓൾ പ്രോഫിറ്റ്, ബിസിനസ് എല്ലാ പ്രോഫിറ്റും ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ദി അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആർ കോൾഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് വിതരണം ചെയ്യാത്ത ബാക്കിയുള്ള പ്രോഫിറ്റിന് പറയുന്ന പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ആൻഡ് ചീപ്പസ്റ്റ് വേ ഓഫ് സെൽഫ് ഫിനാൻസിങ്, ഇത് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വേ ആണ്. ബിസിനസ്സിന് ക്യാഷ് കിട്ടാനുള്ള ഏറ്റവും നല്ല, ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. വിതരണം ചെയ്യാത്ത ലാഭമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ചെലവ് കുറഞ്ഞതുമായ ഒരു ധന ഉറവിടമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇത് എസ്സേ ആയിട്ടൊക്കെ വരാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയണം. അതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർമനൻറ്റ് സോഴ്സ് ആണ്, ഇതൊരു സ്ഥിര വരുമാനമാണ്. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് ഫിനാൻസിങ് ആണ്, ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വഴിയാണ്. ഇറ്റ് ഹാസ് മോർ ഫ്രീഡം, ആ ക്യാഷ് നമുക്ക് ആരോട് സമാധാനം പറയണ്ട, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, അതായത് ഡിവിഡൻറ്റിന് ഒരു സ്ഥിരത കൊടുക്കുന്നതും ഈ ഒരു പ്ലോയിങ് ബാക്ക് പ്രോഫിറ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ പെർമനൻറ്റ് സോഴ്സ് ആണ്, ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് ഫിനാൻസിങ് ആണ്, ഇറ്റ് ഹാസ് മോർ ഫ്രീഡം ആണ്, ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്. മെറിറ്റ് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡിമെറിറ്റ് കൂടി നമ്മൾ പറയണം. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ദോഷങ്ങൾ, അതായത് ഇറ്റ് ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. സത്യമാണ് അല്ലേ? കാരണം ഷെയർ ഹോൾഡേഴ്സിന് 1,00,000 രൂപ ലാഭം ഉണ്ടായിട്ട് 80,000 രൂപയെ അവർക്ക് വീതിച്ച് കൊടുത്തിട്ടുള്ളൂ, ബാക്കി 20,000 ബിസിനസ്സിൽ വെച്ചു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നമുക്ക് കിട്ടേണ്ട ലാഭം നമുക്ക് ഫുള്ള് തരാഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇറ്റ് ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ ഇറ്റ് ഈസ് അൺസർട്ടൻ, അത് ഉറപ്പൊന്നുമില്ല, എല്ലാ പ്രാവശ്യം ലാഭം കിട്ടും, എല്ലാ പ്രാവശ്യം ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റും നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് അൺസർട്ടൻ. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഓവർ ക്യാപിറ്റലൈസേഷൻ, അത് ഒരുപാട് ക്യാഷ് ഇങ്ങനെ ബിസിനസ്സിക്ക് ആവശ്യമില്ലാതെ ഇറക്കിയാൽ ഓവർ ക്യാപിറ്റലൈസേഷൻ വരാനും ചാൻസ് ഉണ്ട്. 3 ഡിമെറിറ്റാണ്. ഇറ്റ് ഇൻക്രീസ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് അൺസർട്ടൻ, ഇറ്റ് ലീഡ്സ് ടു ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഈ റീറ്റെയിൻഡ് ഏർണിങ്സിനെ നിങ്ങൾക്ക് 3 ഹെഡിൽ ചെയ്യാം. ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് പറയാം, അതേമാതിരി ലോങ് ടേം ഫണ്ടിലും റീറ്റെയിൻഡ് ഏർണിങ്സ് പറയാം, ഇൻറ്റേർണൽ സോഴ്സിലും റീറ്റെയിൻഡ് ഏർണിങ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് ഷോർട്ട് ടേം ഫണ്ടിൻ്റെ ഹെഡിലാണ് ട്രേഡ് ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് എന്താ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, അതായത് സാധനങ്ങളും സേവനങ്ങളും റൊക്കം വാങ്ങുന്നതിന് പകരം ആ സമയത്ത് ക്യാഷ് കൊടുക്കാതെ കടമായിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ട്രേഡ് ക്രെഡിറ്റ്, കച്ചവട കടം എന്ന് പറയുന്നത്.
അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. എളുപ്പത്തിൽ ക്യാഷ് റെഡിയാക്കാൻ പറ്റും അല്ലേ. നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള പർച്ചേസ് നടത്താൻ പറ്റും. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഫോർമാലിറ്റി. അതിന് ഒരുപാട് ജാമ്യം നിൽക്കാനോ അങ്ങനത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അതേസമയം മൂന്നാമത്തെ പോയിൻ്റ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ റൈസിങ് ഇൻവെൻട്രി. അങ്ങനെ കടമായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ബിസിനസ്സൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റോക്ക് കൂട്ടാൻ പറ്റും. കാരണം നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും സാധനങ്ങൾ ഗുഡ്സ് നമ്മുടെ ഷോപ്പിൽ എത്തിക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് സെയിൽസ്. ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഗുഡ്സ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായാലേ സെയിൽ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഇൻക്രീസ് സെയിൽസ്. ഏതൊക്കെയായിരുന്നു? കൺവീനിയൻസ് സോഴ്സ് ഓഫ് ഫിനാൻസ്, it does not have any formality, it helps in raising inventory, helps to increase sales. മെറിറ്റ്സ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതിൻ്റെ ലിമിറ്റേഷൻസ് കൂടി പറയാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ദർ ഈസ് എ ചാൻസ് ഓഫ് ഓവർ ട്രേഡിങ്. അതായത് ഒരുപാട് കച്ചവടം നടന്ന മാതിരിയാവും. കാരണം ഒരുപാട് സ്റ്റോക്ക് അവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൺലി ലിമിറ്റഡ് എമൗണ്ട് ഈസ് അവൈലബിൾ ആസ് ട്രേഡ് ക്രെഡിറ്റ്. അതായത് ഒരു പരിധിക്കേ ആളുകൾ കടം തരുള്ളൂ അല്ലേ. സപ്ലൈസ് നമുക്കൊരു പരിധിക്കേ കടം തരുള്ളൂ. ദെൻ ഡ്യൂറേഷൻ ഓഫ് ക്രെഡിറ്റ് ഈസ് ലിമിറ്റഡ്. അതിൻ്റെ കാലാവധിയും കുറഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ടാവും. തരുന്ന എമൗണ്ടിനും ലിമിറ്റ് ഉണ്ടാവും, കാലാവധിക്കും ലിമിറ്റ് ഉണ്ടാവും. ദെൻ ദർ ഈസ് എ ചാൻസ് ഓഫ് ബാഡ് ഡെപ്റ്റ്. കിട്ടാക്കടായി വരും. കാരണം ഒരുപാട് ക്യാഷ് ഇങ്ങനെ കൊടുക്കാനും പെൻഡിങ്ങിലിട്ട് ഇങ്ങനെ വരുമ്പോൾ അതൊരു ബാഡ് ഡെപ്റ്റായി കിട്ടാക്കടമാവും. ഇറ്റ് മേ എഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് ദി സെല്ലർ. അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ കൂടി ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ 5 പോയിൻ്റാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് എഴുതാനുള്ളത്. അടുത്തൊരു ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറയുന്നത് ഫാക്ടറിങ് ആണ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് റേസിംഗ് ഫണ്ട് ബൈ സെല്ലിങ് എ ഫേം അക്കൗണ്ട് റിസീവബിൾ ടു ആൻ ഔട്ട്സൈഡ് ഏജൻസി അറ്റ് എ ഡിസ്കൗണ്ട്. അതായത് സ്ഥാപനത്തിന് ലഭിക്കാനുള്ള തുക ഒരു കിഴിവിന് മറ്റൊരു കമ്പനിക്ക് വിൽപ്പന നടത്തുന്നതാണ് ഫാക്ടറിങ്. ബുക്ക് ഡെപ്റ്റിനെ പണമാക്കി മാറ്റുന്ന രീതിയാണ് ഇത്. ഓക്കെ. അതായത് നമുക്ക് കിട്ടാനുള്ള ക്യാഷ് മറ്റൊരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ട് അവരോട് ആ ക്യാഷ് വാങ്ങിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഫാക്ടറിങ്. ഫാക്ടറിങ്ങിൻ്റെ ലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ കമ്മീഷൻ ചാർജ്ഡ് ബൈ ഫാക്ടറിങ് ജനറലി ഹൈ ആണ്. അതായത് ഒരു ഏജൻസിയെ നമ്മൾ ഏൽപ്പിക്കണം, അവർ വാങ്ങുന്ന കമ്മീഷൻ നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവാണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ എമൗണ്ട് ഫോർ ട്രേഡ് ക്രെഡിറ്റ്. കുറഞ്ഞ കച്ചവടത്തിനൊന്നും നമ്മൾ ഇത് ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം കമ്മീഷൻ കിട്ടാനും കൊടുക്കാനൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ ഇറ്റ് മേ അഡ്വൈസ്ലി എഫക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സിൻ്റെ ക്യാഷ് നമ്മൾ ചോദിക്കുന്നതിന് പകരം പുറമെ ഒരു ഏജൻസി ഒന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷനിൽ വിള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാക്ടറി ഏജൻസി മേ ഫോളോ ഈവൻ അൺഹെൽത്തി ഓൾവേസ് ടു കളക്ട് ഡെപ്റ്റ്. അതായത് അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യും. അവർക്ക് ഏത് രൂപത്തിലാണോ ക്യാഷ് കിട്ടുന്നത് ആ രൂപത്തിൽ അത് നമ്മളും കസ്റ്റമറും തമ്മിലുള്ള റിലേഷന് തന്നെ ബാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മെറിറ്റാണ്. ഫാക്ടറിങ്ങിൻ്റെ മെറിറ്റുകൾ. ഇറ്റ് ചീപ്പർ ദാൻ ബാങ്ക് ക്രെഡിറ്റ്. കാരണം ബാങ്കിൻ്റെ കടത്തിനേക്കാളും എളുപ്പമാണ് ഇത്. ദെൻ ഫാക്ടറിങ് പ്രൊവൈഡ് സ്റ്റഡി ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റഡി ആക്കാൻ പറ്റും. ഇറ്റ് എൻഷുർ ക്യാഷ് ഇൻഫ്ലോ ഫ്രം ക്രെഡിറ്റ് സെയിൽ. ക്യാഷ് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഓഫർ കൂടിയാണ്. ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന ക്യാഷ് പെട്ടെന്ന് കിട്ടാനും കൂടിയാണ് ഫാക്ടറിങ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദി ഫേമിൻ്റെ അസറ്റുകളൊന്നും ഇത് ചാർജ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഗുണമാണ്.
അടുത്തതായിട്ട് ഇതിൽ വരുന്നത് കൊമേഴ്സ്യൽ പേപ്പർ CP. ഇറ്റ് ഈസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ എ ഫേം ടു റൈസ് ഫണ്ട് ഫോർ എ ഷോർട്ട് പീരീഡ്. കുറഞ്ഞ കാലത്തേക്ക് അൺസെക്യൂർഡ് സെക്യൂരിറ്റി കൊടുക്കാതെ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് CP, കൊമേഴ്സ്യൽ പേപ്പർ. ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ യൂഷ്വലി റേഞ്ച് ഫ്രം 90 days to 364 days. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ RBI. RBIൻ്റെ നിയന്ത്രണത്തിലാണ്. 3 മാസം മുതൽ 1 വർഷം വരെ നമുക്ക് ഇതുകൊണ്ട് കടമായിട്ട് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും കൊമേഴ്സ്യൽ പേപ്പറിലൂടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മീഡിയം ടേം ഫണ്ടിലെ ഐറ്റംസാണ്. മീഡിയം ടേം ഫണ്ടിൽ പ്രധാനമായിട്ടുള്ളത് ലോൺ ഫ്രം ബാങ്ക്, നമുക്കറിയണതാണ്. പിന്നെ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതല്ലേ. അതിലിപ്പോൾ അറിയാത്ത രണ്ടെണ്ണം ഉള്ളത് ലീസ് ഫിനാൻസും പബ്ലിക് ഡെപ്പോസിറ്റുമാണ്. ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത് it is an arrangement which a company acquire the right to use an asset without holding the title. അതായത് ഓണർ ഓഫ് അസറ്റ് ഈസ് ലെസ്സർ ആൻഡ് യൂസർ ഈസ് ലെസ്സി. അതായത് ഒരു സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം നൽകാതെ, ഓണർഷിപ്പ് കൊടുക്കാതെ അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രം നൽകുന്നതിനെയാണ് ലീസിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയില്ലേ, അതാണ് സംഭവം ലീസ് ഫിനാൻസിങ്. അത് ഉടമസ്ഥാവകാശം കൊടുക്കില്ല, പക്ഷേ അത് ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുക. അതിൻ്റെ ഓണറെ പറയുന്ന അസറ്റിൻ്റെ ഓണറെ പറയുന്ന പേരാണ് ലെസ്സർ. അത് ആർക്കാണോ കൊടുക്കുന്നത്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, അയാളെ പറയുന്ന പേരാണ് ലെസ്സി. ഇനി നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അതിൻ്റെ മെറിറ്റ്സ്, ഗുണങ്ങൾ. ബിസിനസ് ക്യാൻ യൂസ് അസറ്റ് വിത്തൗട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്യാഷ് വേണ്ടി വരും. പക്ഷേ അതില്ലാതെ അത് ഉപയോഗിക്കാൻ മാത്രം അവകാശം കിട്ടിയാലും മതിയല്ലോ നമുക്ക്. അപ്പോൾ കുറഞ്ഞ ക്യാഷ് മതി. ഈസി ആൻഡ് സിമ്പിൾ വേ ഓഫ് ഫിനാൻസ്, അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്യാഷ് മതി. റെഡ്യൂസ് ഫിക്സ് ടാക്സ് ലയബിലിറ്റി. സ്വന്തമായിട്ടുള്ള ഉടമസ്ഥനല്ലേ ടാക്സ് അടക്കേണ്ടേ ഉള്ളൂ, നമുക്കത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാക്സ് അടക്കാതെ രക്ഷപ്പെടാം. ബിസിനസ് ഹാസ് നോ റിസ്ക്. ബിസിനസ്സിന് റിസ്ക് കുറവാണ് ഇതുകൊണ്ടൊക്കെ. ഓക്കെ. ഇനി ലീസ് ഫിനാൻസിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ലെസ്സി കനോട്ട് മേക്ക് എനി ആൾട്രേഷൻ. ലെസ്സിക്ക് അങ്ങനെ ഒരു മാറ്റം വരുത്താനൊന്നും പറ്റില്ല. അയാൾക്കത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊന്നും പറ്റില്ല. അതൊരു ഫോൾട്ടാണ്. സ്വന്തമാണെങ്കിലല്ലേ നമുക്ക് എന്തും ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലെസ്സി ക്യാൻ നെവർ ബി ദി ഓണർ. ലെസ്സി ഒരിക്കലും ഓണറല്ല. അതെ. ദെൻ തേർഡ് പോയിൻ്റ്, നോർമൽ ബിസിനസ് ഓപ്പറേഷൻ മേ ബി അഫക്റ്റഡ് ഇൻ കേസ് ഓഫ് ലീസ് നോട്ട് റിന്യൂഡ്. അതായത് ബിസിനസ് ഇത്ര വർഷത്തിനാണെന്ന് പറഞ്ഞ് ലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വർഷം കഴിഞ്ഞിട്ട് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കാരണം, പക്ഷേ ആ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതിൻ്റെ ഉപയോഗിക്കാനുള്ള അവകാശം ലീസ് നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ റിന്യൂ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ഇതൊക്കെ അതിൻ്റെ ഫോൾട്ടായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തൊരു മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റാണ്, പൊതു നിക്ഷേപമാണ്. അതായത് ഡെപ്പോസിറ്റ് ദാറ്റ് ആർ റേസ്ഡ് ബൈ ഓർഗനൈസേഷൻ ഡയറക്ട്ലി ഫ്രം ദി പബ്ലിക് ഈസ് നോൺ ആസ് പബ്ലിക് ഡെപ്പോസിറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് പൊതു നിക്ഷേപം. അതായത് പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് നിക്ഷേപം സ്വീകരിക്കുന്നതിന് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയും. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് സിമ്പിൾ പ്രൊസീജിയറാണ്, പ്രൊസീജിയർ എളുപ്പമാണ്, ചീപ്പർ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജസ് ഓൺ അസറ്റ്. അങ്ങനെ പ്രത്യേക അസറ്റ് ഒന്നും കൊടുക്കണ്ട. റെഡ്യൂസ് ഫേംസ് ടാക്സ് ലയബിലിറ്റി, നമുക്ക് കുറക്കാം. അതിൻ്റെ മെറിറ്റാണ്. അതുപോലെ തന്നെ ഡീമെറിറ്റ് പറഞ്ഞാൽ നോ സ്യൂട്ടബിൾ ഫോർ ന്യൂ കമ്പനി. പുതിയ കമ്പനിക്കൊന്നും അത് ഉപകാരപ്പെടില്ല, അവർ നേരെ ഷെയർ തന്നെ വിളിക്കണം. ദെൻ ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ സോഴ്സ്. അതൊരു ശാശ്വതമായിട്ടുള്ളൊരു സോഴ്സ് അല്ല. ക്യാൻ പ്രൊവൈഡ് ലിമിറ്റഡ് ഫണ്ട് ഓൺലി. അങ്ങനെ ആയാലും ഒരു ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഓവറായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ ഡീമെറിറ്റാണ് പബ്ലിക് ഡെപ്പോസിറ്റിന്. പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് നിക്ഷേപം സ്വീകരിക്കുന്നതാണ് പബ്ലിക് ഡെപ്പോസിറ്റ്. ഇനിയാണ് ഈ ചാപ്റ്ററിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് വരുന്നത് ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഷെയർ ഡിബഞ്ചർ. ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഷെയർ എന്താണ്, ഡിബഞ്ചർ എന്താണെന്നൊക്കെ.
അപ്പം ഷെയർ എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഷെയറിന് മുമ്പ് നമ്മൾ ഷോർട്ട് ടേം പിന്നെ ഒരു ഓണേഴ്സ് ഫണ്ട് എന്ന നിലക്ക് ക്ലാസിഫൈ ചെയ്തതിൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മൾ ഫസ്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും രണ്ടും പറയുന്നതിൻ്റെ മുമ്പ് ഷെയർ എന്താണെന്ന് നമുക്കറിയണം അല്ലേ. ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആർ കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ ഓർ ഷെയർ ക്യാപിറ്റൽ. ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർസ്. കമ്പനി ഇറക്കുന്ന ഈ ഷെയർ ക്യാപിറ്റലിനെ ചെറിയ ഭാഗമാക്കി മാറ്റിയ ഓരോ ഭാഗത്തെയും പറയുന്ന പേരാണ് ഓഹരി. ഷെയർ ക്യാപിറ്റലെ ചെറിയ ചെറിയ പാർട്സ് ആക്കിയതിലെ ഒരു പാർട്സിന് പറയുന്ന പേരാണ് ഷെയർ. ഷെയർസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ, ദെൻ പ്രിഫറൻസ് ഷെയർ. ഷെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർ എന്നും അതായത് സാധാരണ ഓഹരി എന്നും പ്രിഫറൻസ് ഷെയർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ദോസ് ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർ ആർ കോൾഡ് ഇക്വിറ്റി ഷെയർസ്. അതായത് ലാഭവിഹിതത്തിൻ്റെ കാര്യത്തിലോ ക്യാപിറ്റൽ തിരികെ നൽകുമ്പോഴോ ഒരു പ്രത്യേകത മുൻഗണനയും ലഭിക്കാത്ത ഓഹരികളാണ് ഇക്വിറ്റി ഷെയർസ്. ദേ വിൽ നോട്ട് ഗെറ്റ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയറിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ അഡ്വഞ്ചറസ് ഇൻവെസ്റ്റേഴ്സിന്, അതായത് അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഏറ്റവും നല്ലതാണ്. സോഴ്സ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, അതൊരു ഫിക്സഡ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം, ഒരുപാട് കാലത്തേക്കാണ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദോസ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഓണർ എന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പറയുന്നത്. ഹാവിങ് വോട്ടിംഗ് റൈറ്റ്, അവർക്ക് വോട്ടവകാശമുണ്ട്. ഹാവിങ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷനും ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. ഗുണങ്ങൾ പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ പറയണം അല്ലേ. ഡിമെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ. നോട്ട് സ്യൂട്ടബിൾ ഹൂ വാണ്ട് സ്റ്റഡി ഇൻകം, അതായത് കൃത്യമായിട്ട് ഒരു ഇൻകം വേണമെന്നുള്ളവർക്ക് ഇക്വിറ്റി ഷെയർ ബാധകമല്ല. ഇറ്റ് ഹാസ് മെനി ലീഗൽ ഫോർമാലിറ്റീസ്, ഒരുപാട് നിയമപരമായ ഫോർമാലിറ്റീസ് ഉണ്ട്. ദെൻ ലാസ്റ്റ് പോയിൻ്റ്, ഇറ്റ് സഫർ ഫ്രം ദി ഡേഞ്ചർ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ അപകടവും കൂടി ഇതിൽ ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് പറയാം. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആണ്, അതൊരു ഫോൾട്ടായിട്ട് പറയാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസ് ഹൈ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഇതൊക്കെ ഇതിൻ്റെ ഫോൾട്ടായിട്ട് പറയാം. അടുത്തതായിട്ട് രണ്ടാമത്തെ ഷെയർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ, മുൻഗണനാ ഓഹരികളാണ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ലാഭവിഹിതം നൽകുമ്പോഴും ക്യാപിറ്റൽ തിരികെ കൊടുക്കുമ്പോഴും പ്രത്യേക മുൻഗണന ലഭിക്കുന്ന ഓഹരി ഉടമകളാണ് അല്ലെങ്കിൽ ഓഹരിയാണ് പ്രിഫറൻസ് ഷെയർ. ഇനി അതിൻ്റെ ഗുണങ്ങൾ. മെറിറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. മെറിറ്റ്സ് എന്ന് പറയുന്നത് ഗെറ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിലും ലാഭം വിഹിതം ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും പ്രിഫറൻഷ്യൽ റൈറ്റ് കൊടുക്കുന്നുണ്ട്. ഗെറ്റ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കൊടുക്കണം. ഇത്ര ശതമാനം, 10% എന്ന് പറഞ്ഞാൽ 10% എല്ലാ മാസവും അവർക്കത് കൊടുക്കും. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് എൻഷ്യൂർഡ്, എന്തായാലും കമ്പനി പൂട്ടുകയാണെങ്കിൽ റീപേയ്മെൻറ്റ് ക്യാപിറ്റൽ റീപേ ചെയ്യുമെന്ന് ഉറപ്പാണ്. നോ ചാർജസ് ഓൺ അസറ്റ് ചാർജ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ മെറിറ്റായിട്ട് പറയാം. ഇനി പ്രിഫറൻസ് ഷെയറിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദേ വിൽ നോട്ട് ഗെറ്റ് ഹയർ റിട്ടേൺ, അവർക്ക് കൂടുതലായിട്ടുള്ള റിട്ടേൺ കിട്ടില്ല. അതായത് എത്ര ലാഭം ഉണ്ടെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഗ്രിമെൻറ്റിൽ ഇത്ര ശതമാനം, 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10% കൂടുതലോ കുറവോ കിട്ടില്ല. അയാൾക്ക് കറക്റ്റ് എമൗണ്ടേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. നോ വോട്ടിംഗ് റൈറ്റ്, അവർക്ക് വോട്ടവകാശമില്ല. നോ ടാക്സ് ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല. The rate of dividend is generally higher than the rate of interest on debentures. ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും റേറ്റ് നമ്മൾ ഡിവിഡൻഡ് ഇവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഫോൾട്ട് നമുക്ക് പ്രിഫറൻസ് ഷെയറിന് ഉണ്ട്. ഇനി ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയറിൽ ഒരുപാട് ടൈപ്സ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ.
ഇൻ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ദ അൺപെയ്ഡ് ഡിവിഡൻഡ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് ക്യാരിഡ് ഫോർവേഡ് ഫോർ പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. അതായത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ പറഞ്ഞാൽ അവർക്ക് ഈ വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ ഡിവിഡൻഡ് അവിടെ പിന്നെ പെൻഡിങ്ങിലാക്കിയിട്ടിട്ട് അടുത്ത വർഷത്തിൻ്റെ കൂടെ കൊടുക്കും. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അതേസമയം നോൺ ക്യുമുലേറ്റീവ് ആകുമ്പോൾ ഇതുപോലുള്ള ഡിവിഡൻഡ് ഈസ് നോട്ട് അക്യുമുലേറ്റഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഔട്ട് ദി കറൻറ്റ് ഇയർ. ഈ വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വർഷം ഡിവിഡൻഡ് ഇല്ലെങ്കിൽ ഈ വർഷം കൊടുക്കൂല, അടുത്ത വർഷത്തെ ഡിവിഡൻഡ് അടുത്ത വർഷം കൊടുക്കും, അത്രയേ ഉള്ളൂ. ഈ വർഷത്തെ പെൻഡിങ്ങിലുള്ളത് കൊടുക്കൂല എന്നാണ് പറയുന്നത്. അതേസമയം കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണ് അടുത്തത്. ദ പ്രിഫറൻസ് ഷെയർ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. അത് പ്രിഫറൻസ് ഷെയർ എടുത്ത ഒരാൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അയാൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ അവർക്ക് അത് ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്യും. അത്തരം ഷെയറാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. അതേസമയം നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് അവർക്കില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കാലാകാലം അത് പ്രിഫറൻസ് ഷെയർ ആയിട്ട് തന്നെ അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ദ കമ്പനി അണ്ടർടേക്ക് ടു റീപേ ആഫ്റ്റർ സ്പെസിഫൈഡ് പീരിയഡ്. റെഡീം ചെയ്യാൻ പറ്റും അവർക്ക്. ഒരു കാലം കഴിഞ്ഞാൽ അവർക്കത് ഷെയർ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആ ക്യാഷ് തിരിച്ചെടുക്കാൻ പറ്റും. അതേസമയം ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ച് റീഫണ്ട് ചെയ്യാൻ പറ്റാത്ത ഷെയറാണ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ, അതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഫേസ് വാല്യൂ ലോ ആയിരിക്കും ഇക്വിറ്റി ഷെയർ, ഫേസ് വാല്യൂ ഹൈ ആയിരിക്കും പ്രിഫറൻസ് ഷെയർ. പിന്നെ കനോട്ട് ബി റെഡീം ചെയ്യാൻ പറ്റൂല ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാം. ഇക്വിറ്റി ഷെയറിന് റിസ്ക് ഹൈ ആണ്, കാരണം ഏത് സമയത്തും ലാഭം കിട്ടണമെന്ന് ഉറപ്പില്ല. പക്ഷേ ലോ റിസ്ക് ആണ് പ്രിഫറൻസ് ഷെയറിന്. പിന്നെ അതുപോലെ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ഇക്വിറ്റി ഷെയറിന്, വോട്ടിംഗ് റൈറ്റ് പ്രിഫറൻസ് ഷെയറിന് ഇല്ല. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അതേസമയം നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻ്റ് ആണ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അതതിൻ്റെ ഡിഫറൻസ് ആണ്. അടുത്തത് നമുക്ക് പറയാനുള്ള ഡിബഞ്ചറാണ്. ഡിബഞ്ചർ എന്താണെന്ന്. ഡിബഞ്ചർ ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് അക്നോളജിങ് എ ഡെറ്റ് ടു ദി ഹോൾഡർ അറ്റ് ഗിവൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒരു നിക്ഷേപകന് പ്രത്യേക തുകയുടെ കടത്തിന് റെസിപ്റ്റായി കമ്പനി ഇറക്കുന്ന രേഖയാണ് കടപ്പത്രം. അതായത് ഒരാൾ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് ക്യാഷ് കടമായിട്ട് തന്നു, അതിൻ്റെ റെസിപ്റ്റായിട്ട് അയാൾക്കൊരു ഡോക്യുമെൻ്റ് കൊടുക്കുകയാണ്, ഒരു പ്രൂഫ് കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് കടപ്പത്രം എന്ന്. ഓക്കെ, ഒരു നിക്ഷേപകന് പ്രത്യേക തുകയുടെ കടമായിട്ട് വാങ്ങുന്ന തുകയുടെ റെസിപ്റ്റായി കമ്പനി ഇറക്കുന്ന രേഖയാണ് കടപ്പത്രം. അത് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ മെറിറ്റ്സ് പറയണം അല്ലേ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സേഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ക്യാഷ് കിട്ടും, ചിലപ്പോൾ കിട്ടൂല, ഡിവിഡൻഡ് കിട്ടൂല എന്നൊന്നും പറയാൻ പറ്റില്ല. അതേസമയം ഡിബഞ്ചർ രൂപത്തിൽ കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ദർ ഈസ് നോ ലോസ്, നഷ്ടം വരാനില്ല, എന്തായാലും ക്യാഷ് തിരിച്ച് കിട്ടും. ഇറ്റ് ഹാസ് ഫ്ലെക്സിബിലിറ്റി, ചേഞ്ച് വരാം. ഇറ്റ് ഈസ് എക്കണോമിക്കലാണ്. പിന്നെ ഇറ്റ് ഹാസ് ടാക്സ് ബെനഫിറ്റ്. ഇതെല്ലാം മെറിറ്റായിട്ട് ടാക്സ് കൊടുക്കണ്ട, കാരണം ഇതുവരെ ഉണ്ടെങ്കിൽ ടാക്സിൻ്റെ ആവശ്യമില്ല ഡിബഞ്ചറുള്ളൊരു കമ്പനി ആകുമ്പോൾ. അടുത്തത് അതിൻ്റെ ഡിമെറിറ്റ് നല്ല ഒന്ന് കോസ്റ്റ്ലിയാണ്, അതിൻ്റെ പേപ്പറും ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കണം. ഡിനോമിനേഷൻ ഈസ് ഹൈ, നല്ല സംഖ്യ ആയിരിക്കും. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ബേർഡൺ ഓൺ ദ കമ്പനിക്ക് എല്ലാ മാസവും ഒരു ഇൻട്രസ്റ്റ് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാധ്യതയാണ്. അപ്പോൾ ഷെയറും ഡിബഞ്ചറും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയർ ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു 4-5 ഡിഫറൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് റെപ്രസെൻ്റ് ഓണർഷിപ്പ് ക്യാപിറ്റലാണ്, ഉടമസ്ഥതാ മൂലധനമാണ് ഷെയർ. ഡിബഞ്ചർ ആണെങ്കിലോ കടാണ്, വായ്പാ മൂലധനമാണ്. ഷെയർ പറഞ്ഞാൽ ഹോൾഡേഴ്സ് ആർ ഓണേഴ്സാണ്, മറ്റേത് ക്രെഡിറ്റേഴ്സാണ്, കടക്കാരാണ്. നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻ്റ് ആണ് ഷെയർ. ലാഭവിഹിതം, നിശ്ചിത ലാഭവിഹിതമൊന്നുമില്ല. അതേസമയം ഡിവിഡൻറ്റിന് പകരം നിശ്ചിത ലാഭവിഹിതം അവർക്ക് ലഭിക്കും. അതായത് ഷെയർ പിന്നെ ഡിവിഡൻ്റ് അല്ല, ഡിബഞ്ചേഴ്സിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, അത് നിശ്ചിത ഇതിൽ തന്നെ കിട്ടും. പിന്നെ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിന്, അതേസമയം വോട്ടവകാശം ഇല്ല ആർക്ക്, ഡിബഞ്ചേഴ്സിന്. പിന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ പങ്കാളിത്തമുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ അവർ പിന്നെ ഓണേഴ്സാണ്. അതേസമയം നോൺ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് അവർക്ക് പങ്കാളിത്തമില്ല ഡിബഞ്ചർ.
ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻസിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻസിങ്ങിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഓൾ ഓവർ ദി വേൾഡ് എക്സ്റ്റെൻഡ് ഫോറിൻ കറൻസി ലോൺ ഫോർ ബിസിനസ് പർപ്പസ്. അതായത് അന്താരാഷ്ട്ര ബിസിനസ് സേവനങ്ങളും വിദേശ നാണയ വായ്പകളും സൗകര്യപ്പെടുത്തുന്നു. ദേ പ്രൊവൈഡ് ഫോറിൻ കറൻസി ലോൺ അറ്റ് ഗ്ലോബൽ ബിസിനസ് സർവീസിന് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ദെൻ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ദേ ആർ പ്രൊവൈഡ് ലോങ് ആൻഡ് മീഡിയം ടേം ലോൺസ് ആൻഡ് ഗ്രാൻഡ് ടു പ്രൊമോട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയാസ് ഇൻ ദി വേൾഡ്. അതായത് ലോകത്തിലെ പിന്നോക്ക മേഖലകളുടെ പുരോഗതിക്കും വികസനത്തിനും ആവശ്യമായ സഹായം നൽകും. IFC, എക്സിം ബാങ്ക് ഒക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രധാനമായിട്ട് 3 ഏരിയയാണ് വരുന്നത്: GDR, ADR, FCCB. GDR പറഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. GDR പറഞ്ഞാൽ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അതായത് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടു റേസ് ഫണ്ട്സ് ഇൻ ഫോറിൻ കറൻസി ആൻഡ് ഈസ് ലിസ്റ്റഡ് ഇൻ എ ട്രേഡ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് വിദേശ നാണയത്തിലെ ധനസമാഹരണത്തിന് ഒരു കമ്പനി വിദേശത്ത് ഇറക്കുന്ന വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതും വിപണനം ചെയ്യാവുന്നതുമായ ഒരു ധനകാര്യ ഉപകരണമാണ് GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അടുത്തത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ADR. ദ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻ USA ആർ കോൾഡ് ADR. ഓൺലി അമേരിക്കൻ സിറ്റിസൺസ് ക്യാൻ പർച്ചേസ് ദിസ്. ഒരു കമ്പനി അമേരിക്കയിൽ ഇറക്കുന്ന ഓഹരികളാണ് ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമേ ഇത് വാങ്ങാൻ സാധ്യമുള്ളൂ. അടുത്തത് FCCB, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. അതായത് these are equity linked debt securities that are to be converted into equity shares after a specified period. അതായത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ സാധാരണ ഓഹരികളായി മാറുന്ന വിദേശ നാണയ ബോണ്ടുകളാണ് FCCB, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. ചില ബോണ്ടുകൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കതിനെ ഇക്വിറ്റി ഷെയറാക്കി മാറ്റാൻ കഴിയും. ഈ ചാപ്റ്ററിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്. അതായത് ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്. അതൊരു essay ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ്. കോസ്റ്റ് ഷുഡ് കൺസിഡർ ഓഫ് റൈസിങ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസിങ് കോസ്റ്റ്. ഫണ്ട് നേടാനുള്ള ചെലവും ഉപയോഗത്തിൻ്റെ ചെലവും പരിഗണിക്കണം. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ബിസിനസ് മസ്റ്റ് റിവ്യൂ ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ബോറോഡ് ഫണ്ട് ആൻഡ് ഓൾസോ ഫിക്സ്ഡ് പേയ്മെൻറ്റ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എക്സെട്ര. കടം വാങ്ങിയ പണം തിരിച്ചു നൽകാനുള്ള കഴിവും സ്ഥിരം ചെലവുകൾ വഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഉണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമത്തെ പോയിൻ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, സ്ഥാപനങ്ങളുടെ രൂപം. സോൾ ട്രേഡർ ആൻഡ് പാർട്ണർഷിപ്പ് ഹാവ് ലിമിറ്റഡ് സോഴ്സ്. ദേ കനോട്ട് റേസ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഏകാംഗ വ്യാപാരിക്കും പങ്കാളിത്ത സ്ഥാപനങ്ങൾക്കൊന്നും ഷെയറും ഡിബഞ്ചറൊന്നും ഇറക്കാൻ പറ്റില്ല. കാരണം ഷെയർ ഡിബഞ്ചറൊക്കെ കമ്പനിയിലാണ് വരുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പർപ്പസ് ആൻഡ് ടൈം പീരിയഡ്, ആവശ്യവും കാലദൈർഘ്യവും. ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് സെലക്ട് ബാങ്ക് ലോൺ, ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ എക്സെട്ര. ഫോർ എക്സ്പാൻഷൻ ഓർ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് സെലക്ട് സോഴ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതായത് നമ്മൾ ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ ആവശ്യമാണോ, വർക്കിംഗ് ക്യാപിറ്റൽ അതായത് പ്രവർത്തന മൂലധനത്തിന് ആവശ്യമാണോ, അതോ പിന്നെ ഫിക്സഡ് ക്യാപിറ്റലാണോ ആവശ്യമെന്ന് നോക്കിയിട്ട് വേണം ക്യാഷ് കളക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമുള്ളതാണെങ്കിൽ ബാങ്ക് വായ്പ, കച്ചവടക്കടം, കൊമേഴ്സ്യൽ പേപ്പർ വഴിയൊക്കെ കളക്ട് ചെയ്യാം. അതേസമയം പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ വികസനത്തിന്, ഡെവലപ്മെൻറ്റിന് സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യമാണെങ്കിൽ ഷെയർ ഡിബഞ്ചർ ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത പോയിൻ്റ് പറഞ്ഞത് റിസ്ക് പ്രൊഫൈൽ, നഷ്ടസാധ്യത. മസ്റ്റ് ഇവാലുവേറ്റ് ഈച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് ദ റിസ്ക് അറ്റാച്ച്ഡ് ടു ഇറ്റ്. എല്ലാ ഉറവിടങ്ങളുടെയും നഷ്ടസാധ്യത വിശകലനം ചെയ്യണം. അല്ലാതെ തോന്നിയ മാതിരിയിട്ട് പോയിട്ട് ക്യാഷ് കളക്ട് ചെയ്യരുത്. റിസ്ക് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വേണം കളക്ട് ചെയ്യാൻ.
അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ, നിയന്ത്രണം. റേസിംഗ് ഫണ്ട് ത്രൂ ഇക്വിറ്റി ഷെയർസ് മേ എഫക്റ്റ് ദി കൺട്രോൾ ആൻഡ് പവർ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഫേം. സാധാരണ ഓഹരികൾ കൂടുതൽ ഇറക്കിയാൽ അത് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അധികാരത്തെയും നിയന്ത്രണത്തെയും ബാധിക്കും. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ അവർ ഓണേഴ്സായിട്ടാണ് വരിക. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി, എളുപ്പമായുള്ളതും. ദ ബിസിനസ് മേ ട്രൈ എ സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് ഈസ് സിമ്പിൾ, ഫാസ്റ്റർ ആൻഡ് ഫ്ലെക്സിബിൾ. ലളിതമായതും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്നതും അയവുള്ളതുമായ ധനമാർഗമായിരിക്കണം ബിസിനസ് സ്ഥാപനം തിരഞ്ഞെടുക്കേണ്ടത്. ലാസ്റ്റ് പോയിന്റ്, ടാക്സ് ബെനിഫിറ്റ്, നികുതി ആനുകൂല്യം. ഷുഡ് കൺസിഡർ സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് വിൽ ഗെറ്റ് ദി ടാക്സ് ബെനിഫിറ്റ്. നികുതി ആനുകൂല്യം ലഭിക്കുന്ന ഉറവിടങ്ങൾ എവിടെയാണോ അത്തരം ഫിനാൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, സോഴ്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ നികുതി ടാക്സ് അടക്കുന്നതിൽ നമുക്ക് ഒരു കുറച്ച് ഇളവോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി ടാക്സ് ബെനിഫിറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി പറയാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് കോസ്റ്റ് നോക്കണം, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് നോക്കണം, പിന്നെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ നോക്കണം, പിന്നെ പർപ്പസ് ആൻഡ് ടൈം പീരീഡ്, ഏത് ആവശ്യത്തിനുള്ളത് എത്ര ആവശ്യത്തിനുള്ളതാണോ നോക്കണം. ദെൻ റിസ്ക് പ്രൊഫൈൽ, അതിൻ്റെ നഷ്ടസാധ്യത നോക്കണം. അതിൻ്റെ കൺട്രോളിൻ്റെ പവർ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഈസി, എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ റെഡിയാവുന്ന ഫിനാൻസ് സോഴ്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടാക്സ് ബെനിഫിറ്റിനുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സോഴ്സ് ആയിരിക്കണം, ഫിനാൻസ് സോഴ്സ് ആയിരിക്കണം നമ്മളെ ബിസിനസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാര്യമായിട്ട് നമ്മൾ ഈ നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഗ്രാഫിലുള്ളത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി നോക്കുക. ഷെയർ, ഡിബഞ്ചർ, അതിൻ്റെ വ്യത്യാസം, ഗുണങ്ങളും ദോഷങ്ങളും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.